ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ കുറച്ച് ലേറ്റായി, കാരണം എനിക്ക് ഡ്യൂട്ടിയുടെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീഡിയോ ലേറ്റ് ആയത് രാവിലെ നിങ്ങളുടെ കൈകളിലെത്തും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നാളെ പിന്നെ പ്രശ്നമില്ല, മറ്റന്നാൾ അവധി ആയതുകൊണ്ട് പിന്നെ നാളെ സാവധാനം ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്തു. ഞാൻ ഇന്നത്തെ നിഫ്റ്റിയിലാണെങ്കിലും നിഫ്റ്റിയിലാണെങ്കിലും മിഡ് ക്യാപ്പിലാണെങ്കിലും ഞാൻ ആ പറഞ്ഞ ന്യായം പാലിച്ചവർക്ക് നല്ല വൃത്തിയായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. നിങ്ങൾ ആ ന്യായം പാലിച്ച് വരുന്ന കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ നിങ്ങൾക്കതൊരു കളിയാക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ടോ തോന്നും. പക്ഷെങ്കിൽ ഇന്ന് ഞാൻ ഇന്നത്തെ തന്നെ വരച്ച് കാണിക്കാം. ഇന്ന് 18-ാം തീയതി മാർക്കറ്റ് ഇവിടെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു, ഇല്ലേ? താഴോട്ട് വന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇത് ബ്രേക്ക് ചെയ്യുവാണെന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞ ഓർമ്മയാണെന്ന് വിചാരിക്കുന്നു. ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് താഴോട്ട് നോക്കാമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡലിന് ശേഷം അടുത്ത ക്യാൻഡലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടി. ഇവിടം വരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ ഏകദേശം ഒരു 10, 15, 20 പോയിൻറ്റ് നമുക്ക് കിട്ടും. 20 പോയിൻറ്റ് നമ്മുടെ ടാർഗറ്റാണ്, നമ്മൾ ഇറങ്ങി, ഇല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോയി. നമ്മൾ വരച്ചിരുന്ന ഒരു 2 ലൈനുകളാണ് വരച്ചിരുന്നത്, ഇല്ലേ? ഇത് ഒരു സപ്പോർട്ടായിട്ട് ഞാൻ വരച്ചിരുന്നത്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നേരെ തിരിച്ചു പോയി, ഇല്ലേ? അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ മുകളിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് അവിടുന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടി. ഇവിടുന്ന് ഇത്രയും വേണമെങ്കിൽ ഒരു 10 പോയിൻറ്റ്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 10-15 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചാർട്ടിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് നിങ്ങൾ ചാർട്ടിനകത്തിൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എപ്പോഴും വേറൊരാളുടെ കോൾ എടുത്ത് എത്ര നാൾ നിങ്ങൾ മുന്നോട്ട് പോകും? ഒരിക്കലും പറ്റത്തില്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറുക്ക് വഴി എന്ന് പറയുന്ന പരിപാടിയില്ല. ഞാൻ എപ്പോഴും ഇതൊക്കെ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആവർത്തന രസമായിട്ട് തോന്നും, പക്ഷെങ്കിൽ നമുക്ക് ഇത് പഠിക്കാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പം അതിന് ശേഷം വീണ്ടും നമ്മുടെ ലെവലിന് മുകളിൽ പോയി കുറേ നേരം കൺസോളിഡേറ്റ് ചെയ്തു. അതിന് ശേഷം ലാസ്റ്റ് മൊമെൻറ്റ് എക്സ്പയറി ആയിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റിലൊരു ഹീറോ സീറോ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു 12-100 ഹീറോ സീറോ ആകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒരു 4 രൂപയ്ക്കൊക്കെ എടുക്കാൻ, 4-5 രൂപയ്ക്കൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. അത് പറയുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പം ഏകദേശം ഒരു 12-100 4 രൂപയുടെയൊക്കെ ആ ഒരു സ്ട്രൈക്ക് അവസാന നിമിഷം 18 രൂപയിലൊക്കെ പോയി. 80 പൈസയിൽ നിന്നാണ് 18 രൂപ വരെ അത് പോയത്. 80 പൈസയിൽ നിന്ന് 18 രൂപ വരെ പോയി. അപ്പോൾ എനിക്ക് 18 രൂപ ബുക്ക് ചെയ്യാൻ പറ്റും. 18 20 രൂപ വരെ പോയി. ഒരു 18 രൂപ ഞാൻ ബുക്ക് ചെയ്തു. ഓക്കെ, ഹീറോ സീറോയ്ക്കകത്തിൽ. ഓക്കെ, അപ്പം ഞാൻ തമാശ പറഞ്ഞതല്ല, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നാളത്തെ മാർക്കറ്റിലോട്ട് വരാം. അപ്പം നമുക്ക് 12-100 എന്ന് പറയുന്ന ഈ സംഭവം ബ്രേക്ക് ചെയ്തു, ഇല്ലേ? ബ്രേക്ക് ചെയ്ത് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 12.091 അതിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ US മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഒരു ഫ്ലാറ്റ് രീതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഇനി എന്ത് സംഭവിക്കുക എന്നുള്ളത് നാളെ രാവിലെ തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് നിങ്ങൾ മാർക്കറ്റ് ശ്രദ്ധിച്ചറിയാം, നിഫ്റ്റി 100 പോയിൻറ്റ് വലിയ കടികെട്ടിയവർ 100 പോയിൻറ്റ് 150 പോയിൻറ്റ് 200 പോയിൻറ്റ് വരെയൊക്കെ ഗ്യാപ്പ് ഡൗൺ പറഞ്ഞത്. പക്ഷേ നിഫ്റ്റി ഇന്ന് 50-60 പോയിൻറ്റ് എന്തായിരുന്നു? ഗ്യാപ്പ് അപ്പായിരുന്നു. ഗ്യാപ്പ് അപ്പിന് ശേഷം നേരെ തിരിച്ചിടുന്നു. പക്ഷേ രക്ഷപ്പെടാൻ അവസരം കിട്ടിയല്ലോ ആൾക്കാർ C എടുത്ത് വെച്ചവർ, B എടുത്ത് വെച്ചവർ, C എടുത്ത് വെച്ചവർക്കൊക്കെ രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടി. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല മാർക്കറ്റ് ബിഹേവ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്നതിനെതിരെ ആയിരിക്കുമല്ലോ മാർക്കറ്റ്. അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നാളത്തെ കാര്യം ഇന്നേ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ BTST ഒക്കെ എടുത്ത് വെച്ച്, അതിനൊക്കെ വ്യക്തമായ ധാരണ ഉണ്ട്. BTST ഒക്കെ എടുക്കുമ്പം അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ നമ്മൾ BTST ഒക്കെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ചുമ്മാ കണ്ണു അടച്ച് നാളെ കിട്ടും എന്ന് പറഞ്ഞ് എടുത്ത് വെച്ച് അവസാനം ഭീകര ലോസിലേക്ക് പോയി നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി പോകും. പറഞ്ഞ് നീളം കൂടിപ്പോകുന്ന വീഡിയോയുടെ. അപ്പോൾ നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം. 12-100 നമുക്കൊരു സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, 12.91 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഈ ലൈനെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. കാരണം ഇത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകുമായിരുന്നു മാർക്കറ്റില്ലേ.
അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നിർത്താം. ഇതിനെ നമുക്ക് വേണ്ട ബ്ലൂ കളറാക്കാം. ഓക്കെ, ഈ സാധനത്തിനെ ഇത് മാർക്കറ്റിനകം ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 12 വരുന്നൂറ് ഒരു കട്ട സപ്പോർട്ട് തന്നെ കേട്ടോ. നിങ്ങളത് മാറ്റണ്ട. 12 വരുന്നൂറ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 12 വരുന്നൂറ് ഓക്കെ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നീ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. ഈ 2 ബ്രേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനകത്തിൽ ഇപ്പോൾ ഇടയ്ക്ക് ഒരു ലൈനും കൂടെ വന്നു. അതാണ് ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നം. ഈ ലൈൻ ഓക്കെ, ഇതൊരു സപ്പോർട്ടായിട്ട് നല്ല റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇതൊന്ന്, പിന്നെ അതിന് ശേഷം ഇത് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ലോയും ബ്രേക്ക് ചെയ്ത് ഇത് ബ്രേക്ക് ചെയ്താലേ ഇതിങ്ങോട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഓക്കെ, ഇത് ഓക്കെ. അതിന് ശേഷം ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ വര തന്നെയാണ്, അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഈ 3 വരകളാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളൊരു കാര്യം ആലോചിക്കണം, മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടി, ഇതിനിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടുന്ന് 12.060 പൊട്ടിച്ച് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 12.027, പിന്നെ 11,994 മെയിൻ സപ്പോർട്ടാണ് 11,930. ഇവിടുന്ന് അപ്പുറം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്ക് നാളെ കണ്ടറിയാം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം മുകളോട്ടുള്ള അപ്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. ഇവിടുന്ന് ഈ 12 100 മേലോട്ട് ഇതൊന്ന്, ഇത് ഓക്കെ, ഇതിവിടുന്ന് രണ്ടാമത്തെ ഇതിങ്ങനെ 12,150, അടുത്തത് 12,195. ഓക്കെ, ഈ 3 മതി. 12,195, 200 പോയിൻറ്റ് നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ എപ്പോഴും മിഡ് ക്യാപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ചെറിയ പോസിറ്റീവ് ട്രിഗർ വന്നു കഴിഞ്ഞാൽ ഈ വീണതിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും ഇത് മേലോട്ട് പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും പൊസിഷനൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ ലാസ്റ്റ് എക്സ്പയറിയാണിത്, അടുത്ത ആഴ്ച വരുന്നത് നമ്മുടെ ലാസ്റ്റ് എക്സ്പയറിയാണ്. ആകെ 4 ദിവസമേ ഉള്ളൂ. ഒരു ദിവസം അവധിയാണ്, മഹാരാഷ്ട്ര ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു ദിവസം അവധിയാണ്. ബാക്കി 4 ദിവസമേ നമുക്കുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. അപ്പം നാളെ ഇനി അടുത്ത് നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. അപ്പോൾ മിഡ് ക്യാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കി മാത്രമേ നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ. ഓക്കെ, അടുത്ത നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ നമ്മളുടെ 23,500 പൊട്ടി ഇല്ലേ. നമ്മുടെ 23,500 ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്. പക്ഷെങ്കിൽ അത് പൊട്ടി തകർന്നു. അത് ഹോൾഡ് ചെയ്യാൻ കുറേ നേരം ശ്രമിച്ചു. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് സുന്ദരമായിട്ട് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ വരച്ച വരയൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. നേരെ മാർക്കറ്റ് നേരെ താഴെ വന്നു. ഇത് ബ്രേക്ക് ചെയ്തു ഇല്ലേ. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കായിരുന്നു കറക്റ്റായിട്ട്. ഓൾമോസ്റ്റ് ഇവിടെ ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയാം, ഒരു വര വരയ്ക്കുമ്പം ആ വരയെ വന്ന് മുട്ടാൻ വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കില്ല. ആ വരയെ മുട്ടിയെങ്കിലേ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യൂ എന്നൊരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയേക്കണം. ഓൾമോസ്റ്റ് അതിനടുത്ത് വരുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് റീ എൻട്രി കിട്ടും. എപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമല്ലോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണം റീ എൻട്രി എടുക്കാം. എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പം വരച്ച ലെവലുകൾക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതാണ് അതിനകത്തിൽ കാരണം നമ്മൾ വരയ്ക്കുന്ന വര എപ്പോഴും ഒരു ലൈൻ ആയിരിക്കത്തില്ല. അവിടെ ഒരു റേഞ്ച് ആയിരിക്കും. ഒരു 15-20 പോയിൻറ്റിൻ്റെ ഒരു റേഞ്ച് ആയിരിക്കും. അത് ആ റേഞ്ച് വരയ്ക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റേഞ്ച് വരയ്ക്കുകയാണെങ്കിൽ ഇത് 5 പോയിൻറ്റ് മേലോട്ട് 5 പോയിൻറ്റ് താഴോട്ട് വരുന്ന ഒരു ബോക്സായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ആ ഏരിയയ്ക്ക് അടുത്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് വരുമ്പോൾ മാത്രം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. ഓക്കെ, അങ്ങനെ ഇവിടെ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് മേലോട്ട് പോയി, വീണ്ടും അതിനടുത്തെത്തിയപ്പോൾ നമുക്ക് വീണ്ടും ഇവിടുന്ന് എടുക്കാമായിരുന്നു. വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ ഇവിടുന്ന് റിവേഴ്സ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇത് പല പ്രാവശ്യം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ന്യായമായി നിങ്ങൾ 15, 20, 25 പോയിൻറ്റ് നിങ്ങൾ നോക്കി ട്രേഡ് ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ട് ഇന്നൊരു 100 പോയിൻറ്റ് ഇങ്ങനെ ഒപ്പിക്കായിരുന്നു. നിങ്ങൾ നേടിയവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഗ്രൂപ്പിൽ, യൂട്യൂബിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു. ന്യായം പാലിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇന്ന് സുന്ദരമായിട്ട് നല്ലപോലെ ട്രേഡ് കിട്ടി. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചിലപ്പം ഒരു വൺ സൈഡ് റാലി ചിലപ്പോൾ കിട്ടുമായിരിക്കും. അത് വൺസ് ഇൻ എ വൈലാണ്, വല്ലപ്പോഴും അങ്ങനെ ഒരു സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എപ്പോഴും എല്ലാ ദിവസവും സംഭവിക്കണമെന്നില്ല. എല്ലാ ദിവസവും കൂടുതൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇത് തന്നെയാണ്, സിക്സ് ആഗ് രീതിയിലാണ്.
താഴോട്ട് വരും മേലോട്ട് പോകും, താഴോട്ട് വരും മേലോട്ട് പോകും. സപ്പോർട്ട് റെസിസ്റ്റൻസ് അത് നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ കുറവായിരിക്കും, ഇല്ലേ? സപ്പോർട്ട് നമ്മൾ ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ അതിന് താഴെ 5-10 പോയിൻറ്റ് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ട്രേഡ് എടുക്കാൻ. അതുകൊണ്ട് എപ്പോഴും ഞാനിത് പറഞ്ഞ് നിങ്ങളെ ആവർത്തന വിരസതയാക്കി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ അനുഭവത്തിൽ നിന്ന് ഇതങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനുസരിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ. അപ്പം 23,500 ഹോൾഡ് ചെയ്തില്ല, നേരെ താഴെ പോയി. നാളെ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തിൽ ഇത് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇതിന് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സപ്പോർട്ട്, അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞ ടാർഗറ്റ് ഇത് തന്നെ. ഓക്കെ. അതിന് ശേഷമുള്ളത് ഇതിന് 23,217. ഓക്കെ. 23,217. അതിന് ശേഷം ഒരെണ്ണം കൂടെ 23,100. ഓക്കെ. അവിടെ വരെ നോക്കിയാൽ മതി, അതിനപ്പുറം പോകുന്നൊന്നുമില്ല. അപ്പം ഇത് നോക്കുക, ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഞാൻ പറഞ്ഞ ഇടവേളകളിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നോ അല്ലെ മേലോട്ട് ബ്രേക്ക് ചെയ്യുന്നോ നോക്കുക. മേലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വരച്ചു വിട്ടിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് മേലോട്ട് ഇത്, അടുത്തത് ഇത്, അതിന് മാറ്റങ്ങളൊന്നുമില്ല. അടുത്തത് ഇത്. ഈ 3 ടാർഗറ്റാണ് ഉള്ളത്. അതിന് ശേഷം വരയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ് കേട്ടോ, നിങ്ങളുടെ അറിവിലേക്ക് പറയുക. ഓക്കെ. അപ്പം ഈ 4 ടാർഗറ്റായി, മേലോട്ട് താഴോട്ട് 3 ടാർഗറ്റായി. ഇത് നോ ട്രേഡിംഗ് സോണാണ്. ഇവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കി മാത്രം 2453 ഇതിനകത്താണ് നിൽക്കുന്നത്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കി നമുക്ക് ട്രേഡിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള ലെവലുകൾ. ഒരു പരിധി വിട്ട് താഴോട്ട് പോകുന്നില്ല, കാരണം FISൻ്റെ സെല്ലിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ റീറ്റെയിലേഴ്സാണ് ഈ പാനിക് സെല്ലിങ് നടത്തുന്നത്. അതുകൊണ്ട് ഏത് നിമിഷം ഒരു ബൈ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വന്ന സ്പീഡിനേക്കാൾ ഇരട്ടി സ്പീഡിൽ ഈ സംഭവങ്ങളെല്ലാം തിരിച്ചു പറക്കും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ടും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.